നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വാരണാസിയെ ടോക്കിയോ മോഡൽ ട്രാൻസ്ഫോം ചെയ്യുമെന്നും ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുമെന്നും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവരുമെന്നും പറഞ്ഞ് അതേ നരേന്ദ്രമോദി അതേ വാരണാസിയിൽ 2014 മുതൽ ഇന്ന് 2026 നിൽക്കുമ്പോൾ ഇപ്പോഴും അവിടുത്തെ MP ഇതേ നരേന്ദ്രമോദി തന്നെയാണ്. അവിടെ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്കൊരു വീഡിയോ കാണാം. ഇതാണോ ടോക്കിയോ മോഡൽ ട്രാൻസ്ഫോർമേഷൻ? ഇങ്ങനെയാണോ ടോക്കിയോയിലുള്ളത്? എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അതായത് ഓഫീസിലേക്ക് പോകുമ്പോൾ ചളിയിൽ വീണ് പെരങ്ങിയിട്ടൊക്കെ പോവുക, സ്കൂളിൽ പോകുമ്പോൾ ഇതേപോലെ ഓട്ടോറിക്ഷ ഒക്കെ മറിഞ്ഞു വീണ് ചളിയൊക്കെ പെരങ്ങി സ്കൂളിൽ പോവുക. ഇതൊക്കെയാണോ ടോക്കിയോ മോഡൽ ട്രാൻസ്ഫോർമേഷൻ? ഇവിടെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് BJPയെ എന്താണ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് പറയും കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല. ഇനി കേന്ദ്രത്തോട് ചോദിച്ചാൽ പറയും അത് കേരള സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടതാണെന്ന്. ഇതേ കാര്യം വാരണാസിയിൽ എന്താണ് പ്രശ്നം? വാരണാസിയിൽ MLA ആരാണ്? BJP ആണ്. MP ആരാണ്? BJP ആണ്. ലോക്കൽ ബോഡി ഭരിക്കുന്നത് ആരാണ്? അതും BJP ആണ്. സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരാണ്? അതും BJP ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നവരാണ്, അതും BJP ആണ്. പിന്നെ എന്താണ് ഇവിടെ? അതായത് ഒരു കുഴി ഇല്ലാത്ത ഒരു റോഡ് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലേ ഈ സർക്കാരിന്? ഈ ഒരു വീഡിയോ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും ഇതുപോലുള്ള ഒട്ടനവധി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. സെൻട്രൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും BJP ആണ്. പിന്നെ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി ഇവർക്ക് എന്താണ് തടസ്സമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കൻവാർ യാത്രയിൽ ഇവർ കാണിക്കുന്ന ശുഷ്കാന്തി, അതിന്റെ 1% കാണിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തിനുള്ളിൽ തന്നെ ഈ പരിപാടിയൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് കൻവാർ യാത്രക്ക് കൻവാർ മൊബൈൽ പോലീസ് വെഹിക്കിൾ, ഓക്കെ. അത് മാത്രമല്ല സ്പെഷ്യൽ പോലീസ് സർവീസസ് ഉണ്ട്. അതായത് ഈ നടന്നിട്ട് വരുന്ന ആളുകൾക്ക് കാലുവേദന ഒക്കെ എടുക്കുമ്പോൾ മസാജ് ചെയ്യാനും അതുപോലെ സ്പ്രേ ഒക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ പെയിൻ കില്ലർ ഒക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സർവീസ് ഉണ്ട്. അതുപോലെ ഗവൺമെന്റ് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. എന്തിന്? ഈ പോകുന്ന പാതകളിൽ ഈ പൂക്കളൊക്കെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് ഹെലികോപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? August 12 വരെ ക്ലോസ് ചെയ്തിട്ടുണ്ട് മീരറ്റിൽ. അതുപോലെ വെഹിക്കിൾ എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻ ചെയ്തിട്ടുണ്ട്. ഓൺ മേജർ നാഷണൽ ഹൈവേസിലൊക്കെ ഒരാഴ്ചത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫുൾ വെഹിക്കിൾ എൻട്രി ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ശുഷ്കാന്തി, ഈ കാണിക്കുന്ന ശുഷ്കാന്തിയിൽ 1% കാണിച്ചു കഴിഞ്ഞാൽ ഈ വർഷം 2014 മുതൽ 2026 ആകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊരു വീഡിയോ കൂടി കാണാം. देख सकते हैं गाइस, इधर दिखाइए, इधर दिखाइए. ये देखिए मोदी जी ने ऐसे रोड बनाया है, पूरा जगह में ऐसे ऐसे रोड बना है. देखिए यहाँ से खींचेंगे वहाँ से उखड़ जाएगा. हम मोदी जी से यही कहना चाहते हैं कि रोड बढ़िया से एकदम बनाइए. कैमरा बंद കണ്ടില്ലേ? നമ്മുടെ മെയിൻ മീഡിയാസ് ഒന്നും ഇതൊന്നും കാണിച്ചു തരില്ല. ഇപ്പോൾ അതാ കുട്ടികൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്, അത് കാണാം. അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. जी आज हम लोग चौथे दिन यहाँ हम लोग हाईवे पर हाई हुए हैं, जहाँ पे आज देखिए, आप देख रहे हैं कि किस तरह पंखे लगा के ये सड़क को सुखाया जा रहा है. किलोमीटर 64 पर सड़क दबने के बाद 200 मीटर के पैच पर जो नेशनल हाईवे कार्य करवा रहा है, उसका आज 5वां दिन. मौके पर കണ്ടില്ലേ? ലക്നൗ കാൺപൂർ എക്സ്പ്രസ് വേ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? കനത്ത മഴയിൽ എക്സ്പ്രസ് വേ ഇടിഞ്ഞു വീണു. റോഡ് ഉണ്ടാക്കാൻ എത്തിച്ചത് ഇലക്ട്രിക് ഫാനുകൾ, 10ഓളം ഇലക്ട്രിക് ഫാനുകളാണ് എത്തിച്ചിട്ടുള്ളത്. ലോകത്തെ എവിടെയും കാണാത്ത ടെക്നോളജിയാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പേസ് ടെക്നോളജി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു എക്സ്പ്രസ് വേ ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ മാസമാണ്, ജൂലൈ 13-ാം തീയതി. 1 മാസം പോലും ആയില്ല. അതിനു മുമ്പേ അത് ഡാമേജ് ആയി, ഇടിഞ്ഞു വീണു, റിപ്പയറിംഗ് ആയി. ഇങ്ങനെയാണ് ജനങ്ങളുടെ
പണം, ടാക്സ് പേയേഴ്സ് മണി വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. കൊറപ്ഷൻ ഫ്രീ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ പലയിടത്തുമായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണോ കറപ്ഷൻ ഫ്രീ ഗവൺമെന്റ് എന്ന് പറയുന്നത്? നമുക്കൊരു വീഡിയോയും കൂടി കാണാം. ഇത് പാർട്ടി നോക്കണ്ട, BJP എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. बहुत दिक्कत होता है। बहुत दिक्कत होता है। क्या कहना चाहोगी सरकार से? बिल्डिंग बना दे, तकलीफ होता है बहुत। पढ़ने में बारिश होता है तो इधर उधर भागना पड़ता है। धूप भी लगता है तो भागना पड़ता है इधर उधर। बहुत तकलीफ होता है नहीं? हाँ, तो बारिश होती है तो क्या करती हो? घर चली जाती हो कि छूट हाँ। जाती हो क्या? घर चले जाते हैं। फिर छूटता है तो आती हो? हाँ, छूटता है तो आ जाते हैं, फिर पढ़ते हैं। ये सब भीग भी जाता है ना तो कहीं कहीं पे बैठते हैं। बिल्डिंग बना दे, स्कूल बना दे। ഇതിനെ നിങ്ങൾ ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. ഇന്ത്യയിലെ പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ട്. ഈ കുട്ടി പറയുന്നത്, ഈ കുട്ടി അതുപോലെ ഈ കുട്ടിയുടെ സഹപാഠികൾ, ഒരുമിച്ച് പഠിക്കുന്നവർ, ക്ലാസ്മേറ്റ്സ്, ഇവർ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഈ കുട്ടി ഇവിടെ പറയുന്നത്. ഈ കുട്ടി ഇവിടെ പറയുന്നത് വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മഴ പെയ്യുമ്പോൾ, അതായത് പഠിക്കുന്ന സമയത്ത്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെയും ഇവിടെയും ആയിട്ട് ഓടേണ്ടി വരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. അതുപോലെ തന്നെയാണ് വലിയ ചൂടൊക്കെ ഉള്ള സമയത്തും നല്ല ചൂട് വരുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോകും. അതുപോലെ തന്നെ ഇവർ പറയുന്നത് മഴ പെയ്യുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും, അതുപോലെ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരണം പഠിക്കാൻ വേണ്ടി. അത് കുട്ടി ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കൂൾ ബിൽഡിംഗ് കെട്ടിത്തരണമെന്ന്. ഇത് ഈ ഒരു സ്ഥലമല്ല, ഇന്ത്യയിൽ പല ഭാഗത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും പണ്ടേ ഇത് ഉണ്ടാവില്ലേ എന്ന്, അതായത് കോൺഗ്രസ് ഒക്കെ ഭരിക്കുമേ ഇത് ഉണ്ടാവില്ലേ എന്ന്. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എന്തും സംഭവിക്കാം. പക്ഷേ കഴിഞ്ഞ 2014 മുതൽ 2026 വരെ BJP ആണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലം പോരാ ഇതുപോലുള്ള സ്കൂൾ ബിൽഡിങ്സും കാര്യങ്ങളും. നിങ്ങൾ ഇപ്പോൾ ഈ കൻവാർ യാത്രക്ക് കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അതേ പ്രയോറിറ്റി നിങ്ങൾ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴേ അവസാനിച്ചിട്ടുണ്ടാവും. 2020 മുൻപേ ഇതൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രശ്നമേ ഇന്ത്യയിൽ ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല? അതിന് പകരം നിങ്ങൾ 80,000-ഓളം സ്കൂളുകൾ അടച്ചു പൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. BJP സർക്കാർ വന്നിട്ട് ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ, അതായത് ഈ 5 വർഷത്തിനുള്ളിൽ 2020 മുതൽ 2025 ആകുമ്പോഴേക്കും 80,000-ഓളം സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം പകുതിയിൽ വെച്ച് നിർത്തിപ്പോകുന്നു. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഓരോ വർഷം കഴിഞ്ഞ് അധികരിച്ചു വരുന്നു. ഇതിനൊക്കെ കാരണക്കാർ ആരാണ്? കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാർ കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് നടക്കുന്നവരോട് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. 2014 ശേഷം നിങ്ങൾക്ക് അധികാരം കിട്ടി BJPക്ക്, അവരെന്ത് ചെയ്തു? എന്താണ് ചെയ്തിട്ടുള്ളത്? സ്കൂളുകൾ അടച്ചു പൂട്ടിയതോ? അല്ല, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. 2 ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂൾ നിർത്തിപ്പോയിട്ടുള്ളത്. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്?